ബ്ലാക്ക്മെയിൽ ചെയ്ത് 30 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന കേസിൽ വേണുഗോപാലകൃഷ്ണന്റെ കമ്പനിയിലെ മുൻ ജീവനക്കാരിയെയും ഭർത്താവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻ ജീവനക്കാരി വേണുഗോപാലകൃഷ്ണനെതിരെ പീഡന പരാതി ഉന്നയിച്ചത്. ഈ കേസിലാണ് മുൻകൂർ ജാമ്യം തേടി വേണുഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതിക്കാരി കമ്പനിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ നൽകിയ കത്തുൾപ്പെടെയുള്ള രേഖകൾ ഹർജിയുടെ ഭാഗമായി ഹാജരാക്കിയിട്ടുണ്ട്. ഈ കത്തുകളിലൊന്നിലും മോശം അനുഭവം ഉണ്ടായെന്ന് പരാതിക്കാരി പറയുന്നില്ല. അതുമാത്രമല്ല, ജോലി ചെയ്യുന്ന സമയത്ത് തൻ്റെ ഭാഗത്തു നിന്ന് മാന്യമായ സമീപനമാണ് ഉണ്ടായതെന്ന് കത്തിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ഭർത്താവ് പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി പരാതിക്കാരി മറ്റൊരു സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഭർത്താവുമായി ചേർന്ന് പരാതിക്കാരി 30 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമം നടത്തിയതെന്നും ഹർജിയിൽ പറയുന്നു. പരാതിക്കാരെയും വേണുവിനെയും ചേർത്ത് സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ അക്കൗണ്ടുകൾ വഴി നടത്തിയ അധിക്ഷേപ പ്രചാരണത്തിന്റെ സ്ക്രീൻഷോട്ടും ഹർജിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഹർജി ഓഗസ്റ്റ് 13 വീണ്ടും പരിഗണിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.